ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെബക് മെഷർ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഡെഫിനേഷനും തിയറവുമാണ്. ഡെഫിനേഷൻ: എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് collection ek k equal to 1 to infinity is said to be ascending provided for each k ek subset of ek plus 1 and said to be descending provided for each k ek plus 1 subset of ek. ഇവിടെ നമ്മുടെ കയ്യിൽ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് കളക്ഷൻ ek ഉണ്ട്. ഈ കളക്ഷൻ അസെൻഡിങ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ ഈച്ച് കെ ഇ കെ സബ്സെറ്റ് ഓഫ് ഇ കെ പ്ലസ് 1 ആയിരിക്കണം. അതായത് E1 സബ്സെറ്റ് ഓഫ് E2 സബ്സെറ്റ് ഓഫ് E3 സബ്സെറ്റ് ഓഫ് എക്സെട്ര എന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ഈ കളക്ഷൻ ഓഫ് ഇ കെ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ ആ കളക്ഷനെ അസെൻഡിങ് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ സഫിക്സ് വലുതാകും തോറും സെറ്റ് വലുതായിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഡിസെൻഡിങ് കളക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫോർ ഈച്ച് കെ ഇ കെ പ്ലസ് 1 സബ്സെറ്റ് ഓഫ് ഇ കെ എന്നാണ്. അതായത് E1 കണ്ടെയ്ൻസ് E2 കണ്ടെയ്ൻസ് E3 കണ്ടെയ്ൻസ് എക്സെട്ര എന്നുള്ള രീതിയിലായിരിക്കും നമുക്കവിടെ ഇൻക്ലൂഷൻ വരുന്നത്. ഈ കേസിൽ സഫിക്സ് വലുതാകും തോറും സെറ്റ് ചെറുതായിക്കൊണ്ട് ഇരിക്കും എന്നാണ് അർത്ഥം. അടുത്തതായി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു തിയറം നോക്കാം. തിയറം നമ്പർ 15. ലെബക് മെഷർ പൊസസസ് ദ ഫോളോയിങ് കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടീസ്. ലെബക് മെഷർ താഴെ പറയുന്ന രണ്ട് കണ്ടീഷനുകൾ, പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, if collection AK k equal to 1 to infinity is an ascending collection of measurable sets, then M of union k equal to 1 to infinity AK equal to limit k tending to infinity M of AK. Second one, if collection BK k equal to 1 to infinity is an descending collection of measurable sets and M of B1 less than infinity, then M of intersection k equal to 1 to infinity BK equal to limit k tending to infinity M of BK. നമുക്ക് ലെബക് മെഷർ താഴെ പറയുന്ന ഈ രണ്ട് പ്രോപ്പർട്ടികളാണ് സാറ്റിസ്ഫൈ ചെയ്യണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് രണ്ട് കേസുകളായിട്ടാണ് നമുക്ക് തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് ആൻ ഇൻഡെക്സ് കെ നോട്ട് ഫോർ വിച്ച് എം ഓഫ് എ കെ നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മുടെ കളക്ഷൻ എ കെയിൽ നമുക്കറിയാം കളക്ഷൻ എ കെ എന്ന് പറയുന്നത് അസെൻഡിങ് കളക്ഷനാണ്. ഈ കളക്ഷൻ എ കെയിൽ നമുക്ക് ഒരു എ കെ നോട്ട് മെഷർ ഇൻഫിനിറ്റി വരുന്നതാണ് ആദ്യത്തെ കേസ്. Then by the monotonicity of measure we have M of a k naught less than or equal to M of union k equal to 1 to infinity a k. കാരണം ഇവിടെ a k naught is the one of the member in the collection. That means a k naught subset of union k equal to 1 to infinity a k implies we get M of a k naught less than or equal to M of union k equal to 1 to infinity a k, and we know that one of the M of a k naught is infinity, then this value M of union k equal to 1 to infinity a k is equal to infinity. Hence we get M of union k equal to 1 to infinity a k is equal to infinity. ഇപ്പോൾ കിട്ടിയത് എ കെകളുടെ കളക്ഷൻ്റെ യൂണിയൻ്റെ ലെബക് മെഷർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. കാരണം എന്തായിരുന്നു? കൂട്ടത്തിൽ ഒരു സെറ്റായിട്ടുള്ള എ കെ നോട്ടിൻ്റെ മെഷർ തന്നെ ഇൻഫിനിറ്റിയാണ്. ആൻഡ് സിൻസ് കളക്ഷൻ എ കെ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഈസ് ആൻ അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ്, എം ഓഫ് എ കെ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നോട്ട്. ഇവിടുത്തെ കളക്ഷൻ നമുക്ക് എ കെ എന്ന് പറയുന്നത് അസെൻഡിങ് ആണെന്നറിയാം.
ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന സെറ്റുകളെല്ലാം തന്നെ അതിനേക്കാൾ വലിയ അത് ഉൾക്കൊള്ളുന്ന ഒരു സെറ്റായിരിക്കും. അതുകൊണ്ട് എം ഓഫ് എ കെ നോട്ട് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി, അതായത് എ കെ നോട്ട് എന്ന് പറയുന്ന സെറ്റിൻ്റെ ലെബക് മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ കളക്ഷനിൽ, അസെൻഡിങ് കളക്ഷനിൽ തുടർന്ന് വരുന്ന എ കെകളുടെ എല്ലാം മെഷർ ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എം ഓഫ് എ കെ ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നോട്ട്. ദാറ്റ് മീൻസ് limit n tending to infinity m of a k is equal to infinity. So we get our m of union k equal to 1 to infinity a k is equal to infinity, and we get our limit n tending to infinity m of a k is equal to infinity. That means our m of union k equal to 1 to infinity a k is equal to limit k tending to infinity m of a k. അപ്പോൾ കെ സഫിക്സ് വലുതാകും തോറും നമ്മുടെ എന്ത് കിട്ടുന്നു, എം ഓഫ് എ കെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് കിട്ടുന്നു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആദ്യത്തെ റിസൾട്ടിലെ ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് നോക്കാം. ഫോർ ഈച്ച് കെ എം ഓഫ് എ കെ ലെസ് ദാൻ ഇൻഫിനിറ്റി ഫൈനൈറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ അസെൻഡിങ് കളക്ഷനിലെ എ കെകളുടെ ഓരോ എ കെയുടെയും ലെബക് മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. Define a naught equal to 5 and define ck is equal to ak minus ak minus 1 for all k greater than or equal to 1. അപ്പോൾ ഇതൊരു അസെൻഡിങ് കളക്ഷൻ ആണെങ്കിൽ C1 എന്ന് പറയുന്നത് എന്തായിരിക്കും, A1 മൈനസ് എ നോട്ട് ആയിരിക്കും. അത് ആക്ച്വലി A1 തന്നെയായിരിക്കും. C2 എന്ന് പറയുന്നത് A2 മൈനസ് A1 ആയിരിക്കും. നമുക്കറിയാം അസെൻഡിങ് കളക്ഷനിലെ സെറ്റ് വലുതാകും തോറും സഫിക്സ് വലുതാകും തോറും സെറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് C1, C2, C3 എക്സെട്ര അങ്ങനെ ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളക്ഷൻ CK ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി, ഇവ ഓരോന്നും ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് ആയിരിക്കും. കാരണം നമുക്കിവിടെ C1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് A1 ആണ്. C2 എന്ന് പറയുന്നത് A2 മൈനസ് A1 ആണ്. അപ്പോൾ A1-ന് പുറത്ത് A2-ലുള്ള ഭാഗം മാത്രമാണ് C2. C3 എന്ന് പറയുന്നത് A3 മൈനസ് A2 ആണ്. എന്ന് വെച്ചാൽ A3-ക്ക് അകത്ത് A2-ലില്ലാത്ത ഭാഗമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ C1-ഉം C2 ഒന്നും അതിനകത്ത് ഒറ്റ പോയിൻറ്റും ഉണ്ടായിരിക്കില്ല. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന കളക്ഷൻ CK എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ അവർ union k equal to 1 to infinity ck is actually equal to union k equal to 1 to infinity ak. അതായത് ഇപ്പോൾ നമുക്കറിയാം AK, A1, A2 എക്സെട്ര ഒക്കെ ഇൻക്ലൂഷൻ അസെൻഡിങ് കളക്ഷനാണ്. പക്ഷേ അതിൻ്റെ എല്ലാം യൂണിയൻ തന്നെയായിരിക്കും നമുക്ക് ഇത്തരത്തിൽ CK ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. സോ യൂണിയൻ CK is same as our union AK. So we get m of union k equal to 1 to infinity ak is equal to m of union k equal to infinity ck. That is equal to sigma k equal to 1 to infinity m of ck, and which is equal to sigma k equal to 1 to infinity m of ak minus 1. നേരത്തെ നമ്മൾ സിഗ്മ അപ്ലൈ ചെയ്തത് നമുക്കറിയാം കൗണ്ടബിളി ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് സെറ്റ്സ് ആണ് CKs. അതുകൊണ്ട് തന്നെ നമുക്ക് ഈക്വാലിറ്റി ഉപയോഗിക്കാം. പിന്നെ CKക്ക് പകരം നമ്മൾ AK minus 1 റീപ്ലേസ് ചെയ്യുന്നു. ദെൻ വി ക്യാൻ അപ്ലൈ അവർ സെറ്റ് ഇൻക്ലൂഷൻ എക്സിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ സിഗ്മ k equal to 1 to infinity m of AK minus m of AK minus 1, and we can apply our limit n tending to infinity sigma k equal to 1 to n m of AK minus m of AK minus 1. That is same as limit n tending to infinity. അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. m of A1 മൈനസ് m of A0 പ്ലസ് m of A2 മൈനസ് m of A1 പ്ലസ് എക്സെട്ര പ്ലസ് m of AN മൈനസ് m of AN മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി m of AN മൈനസ് m of A0. A0 എന്ന് പറയുന്നത് 5 ആണ്. 5യുടെ മെഷർ 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി m of AN. So we can change the variable. We get limit k tending to infinity m of AK. So we get the result, that is m of union k equal to 1 to infinity ak is equal to
ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എം ഓഫ് എ കെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫസ്റ്റ് റിസൾട്ട്. ഇത് കേസ് നമ്പർ 2 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് കേസ്, അതായത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എ കെ നോട്ടിൻ്റെ മെഷർ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എല്ലാ എ കെകളുടെയും മെഷർ ഫൈനൈറ്റ് വരികയാണെങ്കിൽ. രണ്ട് കേസിലും നമുക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമ്മുടെ സെക്കൻഡ് റിസൾട്ടാണ്. എന്താണ് സെക്കൻഡ് റിസൾട്ട് എന്ന് നോക്കാം. ഇഫ് കളക്ഷൻ ബി കെ കെ ഈക്വൽ ടു 1 to infinity is an descending collection of measurable sets and m of b1 less than infinity, then we have to prove a result. നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ കളക്ഷൻ ബി കെ എന്ന് പറയുന്നത് ഡിസെൻഡിങ് ആണ്. എന്ന് വെച്ചാൽ b1 കണ്ടെയ്ൻസ് b2 കണ്ടെയ്ൻസ് b3 കണ്ടെയ്ൻസ് എക്സെട്ര. സഫിക്സ് വലുതാകും തോറും സെറ്റ് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും വലിയ സെറ്റായിട്ടുള്ള b1ൻ്റെ മെഷറാണ് ഇവിടെ ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഫൈനൈറ്റ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സെറ്റായിട്ടുള്ള b1ൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഗിവൺ അവർ എം ഓഫ് b1 ഈസ് ഫൈനൈറ്റ്, ദെൻ വി ഗെറ്റ് ലെബക് മെഷർ ഓഫ് ഈച്ച് ബി കെ ഈസ് ഫൈനൈറ്റ്. കാരണം തുടർന്ന് വരുന്ന എല്ലാ ബി കെകളും b1ൻ്റെ സബ്സെറ്റാണ്. b1ൻ്റെ മെഷർ തന്നെ ഫൈനൈറ്റ് ആണെങ്കിൽ തുടർന്ന് വരുന്ന എല്ലാ സെറ്റുകളുടെയും മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എം ഓഫ് ബി കെ ലെസ് ദാൻ ഇൻഫിനിറ്റി ഫോർ ഈച്ച് കെ. ദെൻ വി ക്യാൻ ഡിഫൈൻ അവർ ഡി കെ is equal to b1 minus bk for each k. അപ്പോൾ d1 എന്ന് പറയുന്നത് എന്തായിരിക്കും? b1 മൈനസ് b1 ആയിരിക്കും, അത് 5 ആയിരിക്കും. d2 എന്ന് പറയുന്നത് b1 മൈനസ് b2 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ d3 എന്ന് പറയുന്നത് b1 മൈനസ് b3 ആയിരിക്കും. അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുക, b1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ സെറ്റാണ്. d1 എന്ന് പറയുന്നത് 5 ആയിട്ട് കിട്ടിയിരിക്കുന്നു. b2 എന്ന് പറയുന്നത് b1ൻ്റെ ഒരു സബ്സെറ്റാണ്. d2 എന്ന് പറയുന്നത് b1 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് b2 ഒഴിവാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ d1. ഇനി d3 എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? d3 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് b1ൽ നിന്ന് b2വിനേക്കാൾ ചെറിയ സെറ്റായിട്ടുള്ള b3 കുറയ്ക്കുകയാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് d1 എന്ന് പറയുന്നത് 5 കിട്ടി, d2 എന്ന് പറയുന്നത് b1 minus b2 കിട്ടി, so which contains your 5, and d3 is the b1 minus b3 which contains your d1 and d2, so on. So we get a set inclusion, that is d1 subset of d2 subset of d3 subset of etc. So we get a collection dk k is equal to 1 to infinity, such that d1 subset of d2 subset of d3 subset of etc. That means this collection dk is an ascending collection of measurable sets. And we know that we have a result by the first case. അല്ലെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് പ്രകാരം നമുക്ക് ascending collection ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്. So we can apply that result. We get m of union k equal to 1 to infinity dk equal to limit k tending to infinity m of dk. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. നൗ യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity dk ഈക്വൽ ടു യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity b1 minus bk. So we can replace our dk by b1 minus bk. So this is equal to union k equal to 1 to infinity b1 intersection bk complement. We can expand equal to b1 intersection b1 complement union b1 intersection b2 complement union b1 intersection b3 complement union etc. So we can generalize അല്ലെങ്കിൽ നമ്മളൊന്ന് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു b1 intersection b1 complement union b2 complement union b3 complement union etc. കാരണം b1 എല്ലാ ടൈമിലും കോമൺ ആയിട്ടുണ്ടായിരുന്നു b1 intersection equal to b1 intersection b2 intersection b3 കോംപ്ലിമെൻ്റ് അല്ല b3 intersection etc. ഹോൾ കോംപ്ലിമെൻ്റ് എന്നാണ്. അത് നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഈക്വൽ ടു b1 intersection
ജനറലായിട്ട് അതിനെ ഒരു ഇൻ്റർസെക്ഷൻ നൊട്ടേഷനിൽ എഴുതുന്നു. ഇൻ്റർസെക്ഷൻ ഓവർ k ഈക്വൽ ടു 1 to infinity bk the whole complement, and we have b1 intersection a complement of a set that is equal to b1 minus that set, b1 minus intersection k equal to 1 to infinity bk. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് യൂണിയൻ k equal to 1 to infinity dk is equal to b1 minus intersection k equal to 1 to infinity bk എന്നാണ്. Now m of b1 minus intersection k equal to 1 to infinity bk, that is equal to m of യൂണിയൻ k equal to 1 to infinity dk. നേരത്തെ കിട്ടിയിട്ടുള്ള റിസൾട്ടിൽ നമ്മൾ ലെബക് മെഷർ എടുക്കുന്നു. That is equal to limit k tending to infinity m of dk by the statement number 1. That is equal to limit k tending to infinity m of b1 minus m of bk. That is equal to m of b1 minus limit k tending to infinity m of bk. കാരണം b1 എന്ന് പറയുന്നതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ വി ഗെറ്റ് m of b1. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് എന്താണ്? m of b1 minus intersection k equal to 1 to infinity bk equal to m of b1 minus limit k tending to infinity m of bk. This is statement number 2. And we know that b1 contains intersection k equal to 1 to infinity bk. Therefore m of b1 minus intersection k equal to 1 to infinity bk is equal to m of b1 minus m of intersection k equal to 1 to infinity bk. കാരണം നമുക്ക് എക്സിഷൻ പ്രോപ്പർട്ടി അറിയാം, അത് പ്രകാരം നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഫ്രം 2 and 3 വി ഗെറ്റ് m of b1 minus limit k tending to infinity m of bk is equal to m of b1 minus m of intersection k equal to 1 to infinity bk. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എം ഓഫ് ബി വണ്ണും കോമൺ ആണ് രണ്ട് സൈഡിലും. സോ വി ഗെറ്റ് ലിമിറ്റ് k tending to infinity m of bk is equal to m of intersection k equal to 1 to infinity bk. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സെക്കൻഡ് റിസൾട്ട്. ഇവിടെ കളക്ഷൻ ബി കെ എന്ന് പറയുന്നത് ഡിസെൻഡിങ് കളക്ഷൻ ആയിരുന്നു. നമ്മൾ ചെയ്തത് കളക്ഷൻ ഓഫ് ബി കെയിൽ നിന്ന്, ഡിസെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ബി കെയിൽ നിന്ന് ഒരു അസെൻഡിങ് കളക്ഷൻ ആയിട്ടുള്ള ഡി കെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഡി കെനകത്താണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കി. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചു. താങ്ക് യു.